ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ സത്യപ്രഭയെന്നുടയവൻ തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോലെ ഇരുൾ പിടികൂടാമശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം സ്ത്രീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും സ്മൃതിയെങ്ങും കൊണ്ടാടിയിടുന്നതിഘോഷം തൽപ്രാർത്ഥന ഞങ്ങൾക്കഭയം. ഞാനാണ് സത്യം വിളിച്ചെന്ന് കർത്താവ് പറയുന്നു. ഞാൻ സത്യപ്രഭ. ഉടയവൻ തൻ്റെ അന്തേവാസികളോട്, എൻ്റെ സ്വന്തപ്പെട്ടവരോട്, അകത്തുള്ളവരോട് പറയുകയാണ്, ഞാനാണ് സത്യമായ വെളിച്ചം. ഈ പ്രഭയിൽ ചേർന്ന് നടക്കുന്നതിന് ഇരുൾ പിടികൂടുകയില്ല. ക്രിസ്തുവിൻ്റെ അത്ഭുത വെളിച്ചം വരെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കും. അടുത്ത സ്റ്റാൻസ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ആശ്വാസം സ്മൃതിയോടും പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധിനിലയേകയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ആധാരമായിട്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്, ആ ഗീതം പാടിയത്. കൊടി ഉയർത്തുവിൻ എന്നുള്ളതാണ് പ്രസംഗ വിഷയം. കൊടി ഉയർത്തുവിൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 13 അധ്യായത്തിന് 1-ാം വാക്യമാണ് കൊടി ഉയർത്തുവിൻ എന്നുള്ളത്. കൊടി ഉയർത്തുവിൻ. പലതരം കൊടികളെക്കുറിച്ച് നാം ചിന്തിച്ചു. സത്യത്തിൻ്റെ കൊടി, ജയത്തിൻ്റെ കൊടി, സാക്ഷ്യത്തിൻ്റെ കൊടി എന്നിങ്ങനെ അനേകം കൊടികളെക്കുറിച്ച് നാം ചിന്തിച്ചു. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് കർത്താവിൻ രണ്ടാമത്തെ വരവിൻ്റെ കൊടി എന്നുള്ളതാണ്. പുനരാഗമനത്തിൻ്റെ കൊടി. ദൈവത്തിന് സ്തോത്രം. അതിനാധാരമായിട്ട് ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാം. യെശയ്യാ 18-ാം അധ്യായം 3-ാം വാക്യം വായിക്കാം. ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവിൻ, കാഹളമൂതുമ്പോൾ കേൾപ്പിൻ. പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവീൻ. ഭൂതലത്തിലെ സർവ്വനിവാസികളുമായുള്ളവരെ, ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവീൻ, കാഹളമൂതുമ്പോൾ കേൾപ്പീൻ. വീണ്ടും പാടാം. ആശ്വാസം സ്മൃതിയോടും പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധിനിലയേകയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ. താവക മഹിമോദയ ദിവസേ. യേശുവേ, നിൻ്റെ മഹിമ ഉദിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ആ ദിവസത്തിൽ താവക മഹിമോദയ ദിവസേ നിൻ വലമായവർ നിൽക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവർ, മൃതരായവർ നിൻ്റെ വലഭാഗത്ത് നിൽക്കണമേ. നിൻ്റെ മഹിമ ഉദിക്കുന്ന ദിവസം. ആശ്വാസം സ്മൃതിയോടും പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധിനിലയേകയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ. ഈ നിലയത്തിൽ ദയ കണ്ടെത്താനിടയാകണമേ. വിധി നിലയം, ന്യായവിസ്താരത്തിൻ്റെ സ്ഥലം. നിൻ്റെ വിധി പ്രസ്താവിക്കുന്ന നിലയത്തിൽ, ന്യായവിധി ദിവസത്തിൽ നിൻ്റെ വലഭാഗത്ത് ഞങ്ങളുടെ വാങ്ങിപ്പോയവർ നിൽക്കുമാറാകണമേ. ഇവിടെ നാം വായിച്ചത് എന്താണ്? 18-ാം അധ്യായം 3-ാം വാക്യം. ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരുമായുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടി ഉയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവിൻ, കാഹളമൂതുമ്പോൾ കേൾപ്പിൻ. ദൈവത്തിന് സ്തോത്രം. വളരെ ദൂരവ്യാപകമായ അർത്ഥവ്യാപ്തിയാണ് ഇതിനുള്ളത്.
ഒരു കാഹളമൂന്നൊരു ദിവസമുണ്ട്. കാഹളമൂന്നൊരു ദിവസം, ഗംഭീരനാദം പുറപ്പെടുന്നൊരു ദിവസമുണ്ട്, മീഖായേലിൻ്റെ ശബ്ദം മുഴങ്ങുന്നൊരു ദിവസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷേ നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണോ ആ ദിവസം നമുക്ക് അറിഞ്ഞുകൂടാ. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കും. 1, കർത്താവിൻ്റെ ഗംഭീരനാദം. 2, പ്രധാന ദൂതൻ്റെ ശബ്ദം. 3, ദൈവത്തിൻ്റെ കാഹളം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16 മുതൽ 17, 18 വാക്യങ്ങൾ വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, വളരെ വളരെ ഹൃദ്യമായ ഒരു വാക്യമാണത്. കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങും. ഇന്നെന്ന പോലൊരു ദിവസം, രാത്രിയാകാം പകലാകാം, എവിടെയെല്ലാമാണോ ഏതെല്ലാം സമയമാണോ, പക്ഷെ കർത്താവ് വരുമ്പോൾ ഒരൊറ്റ സമയമാണ്. ആ സമയത്ത് ചിലർ കിടക്കയിലായിരിക്കും, ഉറക്കത്തിലായിരിക്കും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റൊരു ഉപേക്ഷിക്കും. 2 പേർ തിരികെ പിടിച്ചുകൊണ്ടിരിക്കും. കിടക്കയിലായിരിക്കുന്നത് രാത്രിയാണ്, തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഭാതത്തിലാണ്. തിരികലിൽ പിടിച്ചുകൊണ്ടിരിക്കും. 2 സ്ത്രീകൾ, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റുള്ള ഉപേക്ഷിക്കും. 2 പേർ ഒരേ വയൽ വേലയായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റൊരു ഉപേക്ഷിക്കും. വയൽ വേലയും സമയം. കർത്താവായ യേശു വീണ്ടും വരും. എപ്പോഴാണ് ഇതുപോലെ ദിവസം? ഒരുപക്ഷെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും, അല്ലാന്ന് യാത്ര ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ല അടുക്കളയിൽ ധൃതി പിടിച്ച് ജോലി ചെയ്യുമായിരിക്കും, നാം വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും, അതൊക്കെ അറിഞ്ഞുകൂടാ. ഏതോ ഒരു സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദങ്ങൾ, കർത്താവ് തൻ ഗംഭീരനാദത്തോടും, ഗംഭീരനാദമുണ്ടാകും. പ്രധാനദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ മാലാഖ മീഖായേലിൻ്റെ ശബ്ദം, പ്രധാനദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളമൂതും. അതുകൊണ്ട് പറഞ്ഞത് ഇവിടെ കാഹളം. ആ വാക്യം ഒന്ന് വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ജീവനോടെ ശേഷിക്കുന്ന കുറച്ച് പേരുണ്ടാകും. മരിച്ചുപോയി വാങ്ങിപ്പോയ വിശുദ്ധന്മാർ, വാങ്ങിപ്പോയവർ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല. വാങ്ങിപ്പോയ വിശുദ്ധന്മാർ മാത്രം ഉയർത്തെഴുന്നേൽക്കും. സിമിത്തേരികളിലെ എല്ലാ കല്ലറയും തുറക്കുകയില്ല. വിശുദ്ധന്മാരുടെ കല്ലറ തുറക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധന്മാരുടെ കല്ലറ മാത്രം തുറക്കും. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവിൻ്റെ ഗംഭീരനാദം കേട്ട്, പ്രധാനനായ മീഖായേൽ ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ കാഹളം കേട്ട് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അതിന് വേദപുസ്തകം പറയുന്ന വാക്ക് 1-ാമത്തെ പുനരുത്ഥാനം എന്നാണ്. 1-ാമത്തെ പുനരുത്ഥാനം. 2-ാമത്തെ പുനരുത്ഥാനമുണ്ട്. അത് വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പല്ല. മാനസാന്തരപ്പെടാതെ അവിശ്വാസികളായി രക്ഷ നഷ്ടപ്പെടുത്തിയവരുടെ അവർക്ക് ഒരു പുനരുത്ഥാനമുണ്ട്. അത് 2-ാമത്തെ പുനരുത്ഥാനമാണ്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം പറയും. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. നാം വിശുദ്ധരായി ജീവിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ പുണ്യാഗ്രഹത്താൽ കഴുകപ്പെട്ടവരായി ജീവിച്ചാൽ, പാവമില്ലാത്ത ജീവിതം നയിച്ചാൽ, അഥവാ വന്നുപോയ പാവങ്ങളെല്ലാം കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട അനുഭവത്തിൽ ജീവിച്ചാൽ, നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയതിന് ശേഷമാണെങ്കിലും കർത്താവിൻ്റെ വരവിൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. ഒരാത്മശരീരം നമുക്ക് കിട്ടും. പൊടിയായി പോയ ശരീരമാണെന്നിരിക്കട്ടെ, അല്ല അത് ജീർണിച്ചു പോയ ശരീരമാണെന്നിരിക്കട്ടെ, ആ ശരീരത്തിൻ്റെ ഒരു പൊടി പോലും ഭൂമിയിൽ ബാക്കിയില്ലെന്നിരിക്കട്ടെ, വല്ല സമുദ്രത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയതായിരിക്കട്ടെ, എന്നാലും പഴയ ശരീരം അത് പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. ആത്മശരീരം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. നാം ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, നാം മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് തിരുരക്തത്താൽ പാവങ്ങളെല്ലാം മോചിക്കപ്പെട്ടവരായി അങ്ങനെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമെങ്കിൽ നമുക്ക് കർത്താവിൻ 2-ാമത്തെ വരയിൽ ഉത്ഥാനം, പുനരുത്ഥാനം നമുക്ക് ലഭിക്കും. ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും. അല്ലാത്തവരെല്ലാം തള്ളപ്പെട്ടു പോകും. അതാണ് പറഞ്ഞത്. 2 പേർ വയലിലിരിക്കും, ഒരാളെ കൈക്കൊള്ളും, മറ്റൊരാളെ ഉപേക്ഷിക്കും. 2 പേർ തിരിക്കല്ലിൽ പിടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ സ്വീകരിക്കും, മറ്റൊരാളെ ഉപേക്ഷിക്കും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരുത്തിനെ സ്വീകരിക്കും, മറ്റൊരു ഉപേക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. കാര്യം ഗൗരവമാണ്. നാം വെറുതെ കേട്ടിരുന്ന് പോയാൽ പോരാ. ദൈവം കൃപ ചെയ്ത് ഇതെല്ലാം കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഭാഗ്യം. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഗംഭീരത മുഴങ്ങുന്നെങ്കിൽ, പ്രധാന ദൂതൻ്റെ ശബ്ദം മുഴങ്ങുന്നെങ്കിൽ, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങുന്നെങ്കിൽ എത്ര പേര് പറന്നുയരും? ജീവൻ കൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ മാത്രമേ പറന്നുയരുകയുള്ളൂ.
അവർക്ക് പെട്ടെന്ന് രൂപാന്തരം സംഭവിക്കും. ജീവനുള്ളവർക്ക്, വിശുദ്ധന്മാർക്ക് രൂപാന്തരം സംഭവിക്കും. ശരീരം പഴയതുപോലെ തന്നെ ആകൃതി, പഴയ രൂപം, പഴയ ആകൃതി, പഴയ മുഖം, പഴയ ഛായ. പക്ഷേ ആ ശരീരത്തിന് വേണമെങ്കിൽ ദൂരെ യാത്ര ചെയ്യാം. എങ്ങനെ? നാം ഡൽഹിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഡൽഹിയിൽ യാത്ര ചെയ്യാം, ഡൽഹിയിൽ പോകാം. നാം തിരുവനന്തപുരത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് നമുക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യാം. അല്ല, അമേരിക്കയിൽ ന്യൂയോർക്കിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂയോർക്കിൽ നിങ്ങൾ ചെന്ന സ്ഥലങ്ങൾ, മുമ്പ് പോയ സ്ഥലങ്ങൾ, അതെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റും. അത്ര വേഗം ഈ മനസ്സ് പായുന്നു. എന്നതുപോലെ ഉയർത്തെഴുന്നേറ്റ ശരീരം ഇതുപോലെ സ്ഥലകാല പരിമിതികൾക്കപ്പുറമായി എവിടെയും കടന്നു ചെല്ലാം. വാതിലും ചെല്ലും അടച്ചിട്ടിരുന്നാലും കടന്നു വരാം. വേണമെങ്കിൽ ആ ശരീരത്തിന് ഭക്ഷണം കഴിക്കണമെന്നില്ല, കഴിക്കണമെങ്കിൽ കഴിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർ കൊടുത്ത ആ തേൻകെട്ട കർത്താവ് ഭക്ഷിച്ചല്ലോ, അപ്പൊക്കത്തിൻ്റെ കഷ്ണം ഭക്ഷിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശരീരമായതിനു ശേഷവും ഭക്ഷണം കഴിച്ചു. യേശു ക്രിസ്തു അടച്ചിരുന്ന വാതിലും ജനലും അടച്ചിരുന്ന മുറിക്കകത്ത് യേശു ക്രിസ്തു പ്രവേശിച്ചു. ദൈവത്തിന് സ്തോത്രം. സാധു സുന്ദർ സിംഗ് ഒരു സിഖ് ബ്രാഹ്മണ യുവാവായിരുന്നു. അദ്ദേഹം വേദപുസ്തകം കത്തിച്ച് കളഞ്ഞ മനുഷ്യനാണ്. വേദപുസ്തകത്തെ ശവിച്ചു തള്ളിയ മനുഷ്യനാണ്. വളരെ ആഠ്യത്വമുള്ള ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചയാളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് സ്വസ്ഥതയില്ലാതായി, മനസ്സിന് സ്വസ്ഥതയില്ല. വേദപുസ്തകം കത്തിച്ച് കളഞ്ഞതിന് ശേഷം എന്തെന്നറിഞ്ഞുകൂടാ ഒരു സ്വസ്ഥതയില്ലാതായി. സുന്ദർ സിംഗ് ഒരു ദിവസം രാത്രി തീരുമാനിക്കുകയാണ്, ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ശ്രീബുദ്ധനാകട്ടെ, അല്ല ശ്രീകൃഷ്ണനാകട്ടെ, അതല്ല വർത്തമാന മഹാവീരനാകട്ടെ, അതുമല്ല മുഹമ്മദ് നബിയാകട്ടെ, ആരായാലും എനിക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ. പക്ഷേ യേശു ക്രിസ്തു ആകട്ടെ എന്ന് പറഞ്ഞില്ല. കാരണം അത് അദ്ദേഹം ഉള്ളിൽ നിന്ന് മനസ്സിൽ നിന്ന് കളഞ്ഞിരുന്ന വ്യക്തിയാണ്. യേശു ക്രിസ്തു ആകട്ടെ എന്ന് പറഞ്ഞില്ല. ശ്രീകൃഷ്ണനായാലും ശ്രീബുദ്ധനായാലും മഹാവീരനായാലും ആ ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഇന്ന് വെളുപ്പിന് 4 മണിക്ക് പോകുന്ന ട്രെയിൻ പോകുമ്പോൾ റെയിൽപ്പാളത്തിൽ ഞാൻ തലവെച്ച് മരിക്കും. അദ്ദേഹം രാത്രി 12 മണി 1 മണിയായി ലൈറ്റ് അണയ്ക്കുന്നില്ല. അപ്പനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, ഒരു മജിസ്ട്രേറ്റാണ്. അച്ഛനൊന്ന് വിളിച്ചു, മോനെ നീ എന്താ ഇതുവരെ കിടക്കാത്തത്? വെച്ചാൽ ഞാൻ കിടന്നോളാം. അച്ഛൻ പോയി, അവൻ ലൈറ്റ് അണച്ചു, കൂരിട്ട്. അവൻ ഉറങ്ങുന്നില്ല, കിടന്നില്ല. അവൻ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്ന് വെളുപ്പിന് 4 മണിക്ക് ട്രെയിൻ പോകുമ്പോൾ ഞാൻ തലവെച്ച് മരിക്കും. എനിക്ക് സാക്ഷാൽ ദൈവം എനിക്ക് പ്രത്യക്ഷനാകണം. വെളുപ്പിന് ഏതാണ്ട് ഒരു 3 മണി സമയമായി. പെട്ടെന്ന് മുറിയിൽ നല്ല പ്രകാശം. ഞാൻ ഉറങ്ങിപ്പോയായിരിക്കുമോ? ഞാൻ പക്ഷേ ഉറങ്ങിപ്പോയായിരിക്കും. നേരം വെളുത്തായിരിക്കും. വാതിൽ പുറത്ത് നോക്കിയില്ല, നേരം വെളുത്തിട്ടില്ല, മുഴുവൻ കോരിയിട്ട. മുറിക്കകത്ത് കിടന്നു. മുറിയിൽ നല്ല പ്രകാശം. വീണ്ടും പുറത്ത് നോക്കി, പുറത്ത് പ്രകാശമില്ല. 3 പ്രാവശ്യം പുറത്തിറങ്ങി നോക്കി, പുറത്ത് പ്രകാശമില്ല, അകത്ത് പ്രകാശം. ദൈവത്തിന് സ്തോത്രം. ആ പ്രകാശത്തിലേക്ക് നോക്കിയിരുന്നപ്പോൾ ആ പ്രകാശത്തിൻ്റെ മധ്യത്തിൽ ഒരു രൂപം തെളിഞ്ഞു വന്നു. അത് സാക്ഷാൽ ക്രിസ്തു ആയിരുന്നു. ക്രൂശിതനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായ ക്രിസ്തു ഇരുകരവും നീട്ടി, എൻ്റെ മകനെ എനിക്ക് നിന്നെ വേണം. ഐ വാണ്ട് യു മൈ സൺ ഐ വാണ്ട് യു. എൻ്റെ മകനെ നിന്നെ എനിക്ക് വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ക്രിസ്തു നിൽക്കുന്നത് കണ്ടു. സുന്ദർ സിംഗ് ആ രൂപത്തിലേക്ക് നോക്കി അലൗകികമായ ഒരു ആനന്ദത്തിൽ ലയിച്ച് അങ്ങ് നിന്നുപോയി. ഈ 20-ാം നൂറ്റാണ്ടിലെ കാര്യമേ പറയുന്നത്, പണ്ടത്തെ കാര്യമല്ല ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ കേൾക്കൂ. കുറേ നേരം നിന്നു, ആ രൂപം കണ്ടു, ആ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടു. നേരിട്ട് കിട്ടിയൊരു വലിയൊരു ആനന്ദാനുഭൂതി ലഭിച്ചു. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വലിയൊരു സന്തോഷം ലഭിച്ചു. വലിയൊരു സമാധാനം, ഒരു സ്നേഹമാണ് മൊത്തം കിട്ടിയത്. സ്നേഹം, എല്ലാറ്റിനെയും സ്നേഹം. പുൽക്കൊടികളെയും ചെടികളെയും മരങ്ങളെയും പക്ഷികളെയും പ്രകൃതിയെയും എല്ലാം ഒരു സ്നേഹം, എല്ലാവരെയും സ്നേഹം, ഒരു സ്നേഹമാണ് കിട്ടിയത്. അങ്ങനെ നോക്കി നിൽക്കെ യേശു ക്രിസ്തു അവിടെ നിന്ന് പ്രത്യക്ഷനായി. അപ്പോൾ തന്നെ വാതിൽ തുറന്നു. അച്ഛൻ്റെ മുറിയുടെ വാതിൽ ചെന്ന് മുട്ടി. അച്ഛാ,
ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി. നീ എന്ത് വിട്ടിതാ പറയുന്നല്ലോ, ഉറക്കം കൊണ്ട് വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ല അച്ഛാ, ഞാൻ നേരിട്ട് ക്രിസ്തുവിനെ കണ്ടു. ഞാനൊരു വിശ്വാസിയാകാൻ പോവുകയാണ്. വിട്ടിതം പറയാതെ പോയി കിടന്നുറങ്ങുക. ദൈവത്തിന് സ്തോത്രം. അച്ഛന് മനസ്സിലായില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇത് ഈ വിശ്വാസത്തിൽ ഉറച്ചപ്പോഴേക്കും വീട്ടിൽ നിന്നെല്ലാം ഇറക്കി വിട്ടു. അത്രയും ഉന്നതനായ ഒരു കുലീനായ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവൻ ക്രിസ്തുവിന് അനുയായി എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഇഷ്ടപ്പെടുകയില്ലല്ലോ. ഇറക്കി വിട്ടു. കൂടുതൽ ഞാൻ വിവരിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയാം. ഒരവസരത്തിൽ സുന്ദർ സിംഗ് പറയുകയാണ്, നിങ്ങൾ സുന്ദർ സിംഗിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന നല്ലതാണ് കേട്ടോ. ആ ഒരവസരത്തിൽ പറയുകയാണ്, ഞാൻ സുവിശേഷം പറയുന്നവരെ കണ്ടു, വിദേശ മിഷന്മാരെ കണ്ടു, അവരുടെ കൂടെ താമസിച്ചു. പക്ഷേ സുവിശേഷകരായ പലരുടെയും ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഹിന്ദു മതത്തിലേക്ക് മടങ്ങിപ്പോയാൽ മതിയെന്ന്. കാരണം അവരുടെ ജീവിതത്തിൽ പറയുന്നതുള്ള ജീവിതമില്ല. ഈ സുവിശേഷ വേല ചെയ്യുന്ന പലരുടെയും ജീവിതം കണ്ടപ്പോൾ പഴയ എൻ്റെ ഹിന്ദുമതമായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ പോയാലെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടുപോയി. എനിക്കത് നേരിട്ട് സമാധാനം കിട്ടിപ്പോയി, നേരിട്ടൊരു സന്തോഷം കിട്ടിപ്പോയി. അതുകൊണ്ട് എനിക്ക് പോകാൻ നിർവാഹമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു വീണ്ടും വരും. ക്രിസ്തു വീണ്ടും വരും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് യേശു ക്രിസ്തു ഉയരത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. ആ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കുന്നു. അവരെ വിട്ട് കർത്താവ് അങ്ങ് പോവുകയാണ്. അപ്പോൾ 2 മാലാഖമാർ വന്ന് നിന്നു. ആ ആകാശത്തിൽ 2 മാലാഖമാർ നിന്നിട്ട് അവർ പറഞ്ഞു, ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു വീണ്ടും വരും. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. യേശു വീണ്ടും വരും. മാലാഖമാരുടെ സാക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരെല്ലാവരും സാക്ഷ്യം പറഞ്ഞു. പൗലോസ് സാക്ഷ്യം പറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പലവട്ടം പൗലോസ് പറഞ്ഞു. ഒന്നാണ് ഇപ്പോൾ നാം വായിച്ച് കേട്ടത് തെസ്സലോനിക്ക ലേഖനത്തിൽ. വേറെയും പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് പറഞ്ഞു, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നുവെന്ന്. ഇതാ യേശു വീണ്ടും വരുമെന്ന്. പത്രോസ് പറഞ്ഞു, യേശു വീണ്ടും വരും. അന്ന് ആകാശം കൊടുമുഖത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമി നല്ല പണികളും വെന്തു പോവുകയും ചെയ്യും. പത്രോസ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു വീണ്ടും വരും. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളൊന്ന് ഒരാൾക്ക് പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ. ഞാൻ ജീവിതം കർത്താവിന് സമർപ്പിച്ചതിന് ശേഷം എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു വിഷയം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവായിരുന്നു. ഞാൻ വായിക്കാവുന്നിടത്തോളം പുസ്തകങ്ങൾ പലതും വായിച്ചു. ഭക്തന്മാരായ പിതാക്കന്മാർ എഴുതിയുള്ള പുസ്തകങ്ങളിലും വായിച്ചു. വിശുദ്ധന്മാരായ അനേകർ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു. ക്രിസ്തു രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം വായിച്ചു. സഭയുടെ ഗീതങ്ങളിലും പ്രമ്യൂനുകളിലും സിതറകളിലും കുക്കുലിയൻ ഗീതങ്ങളിലും എല്ലാമുള്ള അനേകം ഭാഗങ്ങൾ വായിച്ചു, മനസ്സിലാക്കി. ക്രിസ്തു വീണ്ടും വരും. പിതാക്കന്മാർ വിശ്വസിച്ചിരുന്നു, നാമും വിശ്വസിക്കുകയാണ്. ഇന്ന് എനിക്ക് ഇവിടെ ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഇന്ന് യേശു വന്നാൽ, മകനെ, നീ യേശുവിൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടുമോ? മകളെ, ഇന്ന് യേശു വന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നീ ചേർക്കപ്പെടുമോ? പറ്റുമോ? നിനക്ക് സാധിക്കുമോ? നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്നത്തെ സ്വഭാവം വെച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലാൻ സാധിക്കുമോ? ഞാൻ പറയാറുണ്ട്, എൻ്റെ കർത്താവേ, ഇന്നത്തെ എൻ്റെ പ്രകൃതം വെച്ച് നിൻ്റെ മഹാവിശുദ്ധിയിലെ സ്വർഗ്ഗത്തിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ പറയാറുണ്ട്. പിന്നെന്താ ഞാൻ പ്രസംഗിക്കുന്നത്? പറഞ്ഞു തരാം. ഞാൻ പറയാറുണ്ട്, കർത്താവേ, ഇന്നത്തെ എൻ്റെ ആത്മീയ നിലവാരം വെച്ച് അവിടുത്തെ മഹാവലിയ തേജസ്സിൻ്റെ സിംഹാസനത്തിലേക്ക് വരാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല. ഭാഗ്യവശാൽ പ്രവൃത്തിയിലെ പാവങ്ങളിലേക്ക് പോയിട്ടില്ല. മനസ്സറിഞ്ഞരുതാത്ത വാക്കൊന്നും പറയുന്നില്ല. കോപമോ വാശിയോ വഴക്കോ പിണക്കമോ ഒന്നും ഇപ്പോൾ ഉണ്ടാകുന്നില്ല. എല്ലാം ഞാൻ അറിയുന്നിടത്തോളം ഓരോന്നോരോന്ന് മാറ്റി മാറ്റി വരികയാണ്. പക്ഷേ എനിക്കറിയാം എൻ്റെ രക്തത്തിൽ പാവത്തിൻ്റെ അടിവേരുകളുണ്ട് എന്ന്. എൻ്റെ രക്തത്തിൽ ഈഗോയുണ്ട് എന്ന്. എൻ്റെ രക്തത്തിൽ സ്വയം എന്ന് പറഞ്ഞൊന്നുണ്ട് എന്ന്. സ്വയം, ഈഗോ, ഒരു ഞാനുണ്ട് എൻ്റെ ഉള്ളിലെന്ന്. എൻ്റെ അഭിപ്രായം നടക്കണം, എൻ്റെ അഭിപ്രായം എല്ലാവരും സ്വീകരിക്കണം, എന്നോട് ആലോചിക്കണം. ഒരു ഞാനുണ്ട്, അത് പാവമാണ് എന്നെനിക്കറിയാം.
അത് ഞാൻ ഏറ്റുപറഞ്ഞിട്ട് പോകാത്തതായി എന്നെ പറ്റി പിടിച്ചിരിക്കുന്നൊരു പാവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ തികഞ്ഞവനായിട്ടല്ല പറയുന്നത്. ഞാൻ നിങ്ങളൊരാളെ ഇപ്പോൾ ഇരുന്നുകൊണ്ട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്താണ് എനിക്കുള്ള ധൈര്യം? എന്താണ്? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ, ദൈവത്തിന് സ്തോത്രം, രണ്ടാമത്തെ വരവിൽ ഞാൻ ആ കർത്താവിൻ്റെ ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങലിലേക്ക് കൈ നീട്ടിക്കൊണ്ട് എത്തിപ്പിടിക്കാൻ ഞാൻ നോക്കും. അങ്ങനെ തൊങ്ങലിൽ തൊട്ടുകൊണ്ട് ഞാൻ കയറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ, നിങ്ങൾക്കൊക്കെ മനസ്സിലാകുമോ ഇത്? ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്ങൽ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ യേശുവിനെ നിങ്ങൾക്ക് എതിരേക്കാൻ സമ്മതമാണോ? യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സമ്മതമാണോ? യേശുവിനെ നിങ്ങളുടെ ജീവിതം തുറന്നു കൊടുക്കാൻ സമ്മതമാണോ? യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നു വരാൻ എനിക്കും ഭാഗ്യം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ നിങ്ങൾ കേൾക്കുന്ന വെറുതെ കേട്ട് പോവുകയാണോ? നിങ്ങൾ കേൾക്കുന്ന ഏതോ ഒരു സാധാരണ കാര്യങ്ങൾ കേൾക്കുന്ന പോലെ കേൾക്കുകയാണോ? മകനെ നീ കേൾക്കൂ. ദൈവത്തിന് സ്തോത്രം. യുവാവേ നീ കേൾക്കൂ. സഹോദരി നീ കേൾക്കൂ. നിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം നീ നേരിട്ട് കാണും യേശു വീണ്ടും വരുന്നത്. അന്ന് നീ അത്ഭുതപ്പെടും. എൻ്റെ കർത്താവേ, ഞാൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിശയിക്കുകയും കരയുകയും ചെയ്യും. മലകളെ ഞങ്ങൾ മൂടുകയും പർവ്വതങ്ങളെ ഞങ്ങൾ മറപ്പീനെന്ന് നിലവിളിക്കുന്ന കാലം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓടി വിളിക്കാൻ സ്ഥലമില്ല. എവിടെ പോയി വിളിക്കും? എവിടെ പോയി മറയും? ഇത് വലിയൊരു ന്യായവിധി വരികയാണ്. ഞാൻ എന്ത് വേണ്ടു? കരയുന്നൊരു നാൾ വരും. ദൈവത്തിന് സ്തോത്രം. ന്യായവിധിയുടെ വലിയ സിംഹാസന മുമ്പിലേക്ക് ഞാൻ ചെല്ലേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു പാഴായിപ്പോയി എന്ന്, നേടേണ്ടത് നേടിയില്ല എന്ന്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഇന്ന്? കർത്താവേ, യേശു വീണ്ടും വരുമ്പോൾ ഞാനും ആ വിശുദ്ധന്മാരുടെ പറക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പറക്കും. നിങ്ങൾക്ക് ഇന്ന് ആ ഒരു തീരുമാനത്തിലേക്ക് വരാൻ പറ്റുമോ? നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. വ്യക്തമായിട്ട് പറയാം, 10 പൈസ പോലും നിങ്ങൾ ചെലവഴിക്കേണ്ട അതിനു വേണ്ടി. അതാ ഞാൻ വീണ്ടും പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണമെന്ന് പോലും ഇല്ല. കർത്താവിന് സ്തോത്രം. ഞങ്ങൾക്ക് കൂട്ടായ്മ വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. കുറേ ആളുകളെ കൂട്ടാനുള്ള പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊരു കാര്യമേ ഉള്ളൂ, മരിക്കുന്നതുവരെയും കർത്താവിൻ്റെ വേല ചെയ്യണം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. യേശു വരുമ്പോൾ അനേകർ പറക്കുന്ന കൂട്ടത്തിൽ, കർത്താവേ, വിശുദ്ധന്മാർ പറക്കുന്ന കൂട്ടത്തിൽ ഞാനും പറക്കണം എന്നുള്ള ആശ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ പ്രിയപ്പെട്ടവരെ നേടേണ്ടതായി ഒന്നേ ഉള്ളൂ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നു വരിക. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ കർത്താവെ കൊടി ഉയർത്തി കാഹളം ഊതുമ്പോൾ ആ സമയത്തിൻ്റെ അരികിലേക്ക് വരാൻ എനിക്ക് ഭാഗ്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, അനേകം വിശുദ്ധന്മാർ പറന്നെത്തുന്ന ആ സ്ഥലത്തേക്ക് ചെല്ലാനുള്ള യോഗ്യതയൊന്നും എനിക്കായില്ല. ഞാൻ വിശുദ്ധെന്ന് പറയാറായിട്ടില്ല. കർത്താവേ, എങ്കിലും ഞാൻ എളിമയോട് തിരുമുമ്പാകെ വരുന്നു. മിശിഹ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. മിശിഹ മഹാഭാവിയായ എന്നോട് കരുണ തോന്നണമേ. വലതുഭാഗത്തെ കള്ളനിൽ വിളിച്ചു. അവൻ പറഞ്ഞു, അതുവരെയും കർത്താൻ ദുഷിച്ചവനാണ്, കർത്താവിനെ പഴിച്ചവനാണ്, അവൻ കർത്താവിനെ നിന്ദിച്ചവനാണ്. എന്നാൽ ആ ഒരു കള്ളൻ അവൻ പറഞ്ഞു, മിശിഹ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തു കൊള്ളണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടി പറുദീസിലിരിക്കും. അതുവരെയും കൊള്ളക്കാരനായിരുന്നു, അതുവരെയും കവർച്ചക്കാരനായിരുന്നു, അതുവരെയും ഘാതകനായിരുന്നു, അതുവരെയും കൊലയാളിയായിരുന്നു, അതുവരെയും ദുഷ്ടനായിരുന്നു, അതുവരെയും നിഷ്ഠൂരനായിരുന്നു. എന്നാൽ അപ്പോൾ അവസാന സമയത്ത് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കർത്താവിനെ അടുക്കൽ കിട്ടിയ സമയത്ത്, അവൻ്റെ ജീവിതത്തിൽ കർത്താവിന് ശബ്ദം കേൾക്കാൻ ഇടയായ ആദ്യത്തെ സമയത്ത് തന്നെ അവൻ നിലവിളിച്ചു, മിശിഹ നീ രാജ്യത്ത് പ്രാവശ്യം വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്ത് കൊള്ളണമേ. സ്നേഹിതരെ, നിങ്ങൾ എത്ര പ്രാവശ്യം വചനം കേട്ടു? എത്ര പ്രാവശ്യം ഈ വചനങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ പ്രാർത്ഥിച്ചോ, കർത്താവെ നിൻ്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കണമേ എന്ന്? ദൈവത്തിന് സ്തോത്രം. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇന്ന് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കൂ. എൻ്റെ കർത്താവെ, ഇന്ന് ഇതാ എൻ്റെ ഈ ദേഹവും ദേഹിയും ആത്മാവും അവിടുത്തെ കുരിശ് ചുവട്ടിലേക്ക് ഇതാ ഞാൻ അർപ്പണം ചെയ്യുന്നു. എൻ്റെ കർത്താവെ, എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, എനിക്ക് നല്ലതെന്ന് പറയാനൊന്നുമില്ല. കർത്താവെ, ഞാൻ പാപിയാകുന്ന ഒരു മനുഷ്യൻ. ദൈവമേ, എങ്കിലും നിൻ്റെ രക്തത്താലിനെ കഴുകിയതുകൊണ്ട് മാത്രം ഞാൻ ജീവിക്കുന്നു. തിരക്തത്താലിനെ കഴുകിയതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു. നിൻ്റെ തിരക്തത്താലിനെ കഴുകിയതുകൊണ്ട് മാത്രം ഞാൻ സ്വസ്ഥമായി ജീവിക്കുന്നു. കർത്താവേ, ആ തിരക്തൻ ശക്തിയല്ലോ എന്നെ വീണ്ടെടുത്തത്, ആ തിരക്തൻ ശക്തിയല്ലോ എന്നെ രക്ഷിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു. നാഥാ, ഇപ്പോൾ നിൻ്റെ തൃക്കരം എൻ്റെ നേരെ ഒന്ന് നീട്ടണമേ. കർത്താവേ, എൻ്റെ ഈ നിസ്സാരമായ ആളത്തിലേക്ക് നിൻ്റെ ആണിപ്പാടുള്ള കരം നീട്ടി എന്നെ തൊടണമേ.
യേശുവേ എൻ്റെ ഈ നിസ്സാരമായ ജീവിതത്തിലേക്ക് യേശുവേ നീ എഴുന്നള്ളി വരണമേ. കർത്താവേ, നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ ഈ ഹീനമായ തലമേൽ ഒന്ന് വയ്ക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ? യേശു നിങ്ങളെ തൊടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ സഭ മാറണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ സമുദായം മാറേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പോകുന്ന പള്ളി മാറേണ്ട ആവശ്യമില്ല. എല്ലാം പഴയതുപോലെ തന്നെ, അതൊന്നും മാറ്റണ്ട. മാറേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയം കർത്താവ് മാറ്റിത്തരും. അത്ഭുതം നടക്കും. അത്ഭുതകരമായൊരു വ്യതിയാനം നിങ്ങളുടെ ജീവിതത്തിൽ വരും. വലിയൊരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിത്തീരും. രക്ഷയുടെ സന്ദേശം പറയുന്നവരായിത്തീരും. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും. ദൈവത്തെ സ്നേഹിക്കുന്നവരായിത്തീരും. ദൈവവഴിയിലേക്ക് തിരിയുന്നവരായിത്തീരും. ഇന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുവാൻ? അല്പം പോലും മടിക്കാതെ ഇപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുകയും യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, എൻ്റെ യേശുവേ, എൻ്റെ രണ്ടാമത്തെ വകയിൽ എന്നെ കൂടെ ചേർത്ത് കൊള്ളണമേ. മിശിഹ, നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്ത് കൊള്ളണമേ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ ആർദ്ര സ്നേഹത്താൽ അടിയങ്ങളുടെ മധ്യത്തിലേക്ക് ഒരു തിരുമനസ്സായതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ വിട്ടുപോകാതെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാന ജീവിതം എല്ലാവർക്കും കൊടുക്കണമേ. കുടുംബസമാധാനം കൊടുക്കണമേ. രോഗങ്ങൾ മാറ്റണമേ. ആപത്തുകൾ നീക്കണമേ. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് രക്ഷ കൊടുക്കണമേ. എല്ലാവരെയും തൊടണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, എല്ലാവരെയും അവിടുന്ന് സ്നേഹിക്കുന്നുവല്ലോ, എല്ലാവരെയും അവിടുന്ന് കാണുന്നുവല്ലോ, എല്ലാവരിലും മനസ്സിലാകുന്നുവല്ലോ. അവിടുന്ന് മനസ്സിൽ എല്ലാവരെയും തൊടണമേ. അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.